ബാലൻ താൻ പട്ടം പറത്തുകയായിരുന്നു. ആ ബാലൻ പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ കാർമേഘം വന്ന് നിറഞ്ഞ് ആ ബാലൻ പറത്തിക്കൊണ്ടിരുന്ന പട്ടം കാണാതെയായി. ഒരു മനുഷ്യൻ ബാലൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, ഹലോ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആ ബാലൻ പറയൂ, ഞാൻ പട്ടം പറത്തിക്കൊണ്ടിരിക്കുക. ആ മനുഷ്യൻ ചോദിച്ചു, പട്ടം അതിനെ കാണാനില്ലല്ലോ, കാർമേഘമല്ലേ നമുക്ക് കാണാൻ പറ്റുക? പട്ടം എവിടെയൊന്നുമില്ല, പട്ടം പൊട്ടിപ്പോയി കാണും. ആ ബാലൻ ഇങ്ങനെ പറഞ്ഞു, പട്ടം മുകളിലുണ്ട്, കാരണം ഞാൻ കരങ്ങളിൽ അതിൻ്റെ നൂല് പിടിച്ചിരിക്കുന്നു, അത് എന്നെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, അതുകൊണ്ട് കൃത്യമായി എനിക്കറിയാം പട്ടം എൻ്റെ കരങ്ങളിലുണ്ട്. നമ്മുടെ കർത്താവ് സുരലോക സുഖങ്ങളെ വെടിഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വന്ന് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന, കർത്താവിനെ അനുഭവിക്കുന്ന ഒരാൾക്കറിയാം, കർത്താവിൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിടാതെ എല്ലാ നാളും അവൻ എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്നും രാത്രിയിലും പാട്ടിൻ്റെ വരികൾ പറയുന്നത്, എൻ്റെ ദൈവം ഉയരങ്ങളിൽ നമുക്ക് വേണ്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം ആ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം, നമുക്കൊരുമിച്ച് പ്രത്യാശയോടെ ആയിരിക്കാം. അതെ, എൻ്റെ കർത്താവ് ഉയരങ്ങളിൽ എൻ്റെ കൂടെയുണ്ട്. അഖിലേശനെ ഹിമലേശനെ സകലേശനെ ഇത വാഴ്ത്തുന്നേ. അഖിലേശനെ ഹിമലേശനെ സകലേശനെ ഇത വാഴ്ത്തുന്നേ. പരലോക പാലകനെ നരലോക നിർമ്മിതനെ സുരലോക വാസിതനെ തിരുമുഖം കാണിക്കണേ. പരലോക പാലകനെ നരലോക നിർമ്മിതനെ സുരലോക വാസിതനെ തിരുമുഖം കാണിക്കണേ. ആഹാ പ്രാർത്ഥന ഏക ചിത്തത്ത ഓഹോ കീർത്തനം മഹാർത്തിയ. ആഹാ പ്രാർത്ഥന ഏക ചിത്തത്ത ഓഹോ കീർത്തനം മഹാർത്തിയ. ഈ പാർത്തലും തന്നിലോട്ടെന്നും ഞങ്ങൾ കീർത്തിക്കും ദിവ്യ കർത്തനെ. ഈ പാർത്തലും മിന്നിലോട്ടെന്നും ഞങ്ങൾ കീർത്തിക്കും ദിവ്യ കർത്തനെ. പരലോക പാലകനെ നരലോക നിർമ്മിതനെ സുരലോക വാസിതനെ തിരുമുഖം കാണിക്കണേ. പരലോക പാലകനെ നരലോക നിർമ്മിതനെ സുരലോക വാസിതനെ
തിരുമുഖം കാണിക്കണേ. ആഹാ അമ്പരം അതിസുന്ദരം ഓ ഗംഭീരം പാരസ്തുത്യമായ അമ്പരം അതിസുന്ദരം ഓ ഗംഭീരം പാരസ്തുത്യമായി അഖിലേശനെ ഹിമലേശനെ സകലേശനെ ഇത വാഴ്ത്തുന്നേ. അഖിലേശനെ ഹിമലേശനെ സകലേശനെ ഇത വാഴ്ത്തുന്നേ. പരലോക